കൺവെൻഷനലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന റൂഫിംഗ് ഷീറ്റ്, അതായത് സിംഗിൾ സ്കിൻ എന്ന് പറയും, ട്രഫോർഡ്, നമ്മൾ സാധാരണ ട്രഫോർഡ് എന്ന് പറയുന്ന ഷീറ്റ് മാറി ഇന്ന് സാൻഡ്വിച്ച് PU റൂഫിംഗ് പാനൽസ് എന്ന പുതിയ റൂഫിംഗിലേക്ക് മാറുകയാണ് ജനം. കാരണം ഇത് ഏറ്റവും വലിയ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് ഇത് സൗണ്ടിന് കുറയ്ക്കുന്നു. അതായത് മഴക്കാലത്ത് ഉണ്ടാകുന്ന അതിശക്തമായ സൗണ്ട് ഈ മെറ്റൽ ഷീറ്റിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന സൗണ്ട് ഇല്ലാതാക്കുന്നു. ഇത് തെർമൽ ഇൻസുലേറ്റഡ് ആണ്. കാരണം വേനൽക്കാലത്ത്, ശക്തമായ വേനൽക്കാലത്ത് നമ്മൾ അകത്തെ ചൂട് കുറയ്ക്കുന്നു. ഇത് PU സാൻഡ്വിച്ച് റൂഫിംഗ് പാനലാണ്. പോളിയൂറിത്തേൻ എന്ന് പറയും. നടുവിൽ PU സാൻഡ്വിച്ച് ഉണ്ടാവും, ടോപ്പിലൊരു മെറ്റൽ ഷീറ്റ്, താഴെ ഒരു മെറ്റൽ ഷീറ്റ്. ഇത് താഴെയും മുകളിൽ വിവിധ തിക്നെസ് സൈസുകളിൽ ലഭ്യമാണ്. PU സാൻഡ്വിച്ച് തന്നെ 3 തിക്നെസ് സൈസിലാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്: 20 mm, 30 mm, 50 mm. ഇത് നമുക്ക് ഇതിൻ്റെ തിക്നെസ് കൂടുന്തോറും നമുക്ക് ഇതിൻ്റെ പ്രയോജനം കൂടുതൽ ലഭിച്ചു തുടങ്ങും. അതായത് 50 mm ഇടുമ്പോൾ നമുക്ക് അത്രയും ചൂട് കുറയും, അതേപോലെ ശബ്ദം കുറയും. 30 ആകുമ്പോൾ കുറച്ചും കൂടി ആകും. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ അങ്ങനെയായിരിക്കും. പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ ലൈൻ, നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറിയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഇമ്പോർട്ടഡ് മെഷീനറിയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് കണ്ടിന്യൂസ് ലൈൻ എന്ന് പറയും. കണ്ടിന്യൂസ് ലൈൻ എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ലൈനാണ്. ഇത് കേരളത്തിൽ നമ്മൾ ഒരു കമ്പനി മാത്രമേ ഇന്ന് കണ്ടിന്യൂസ് ലൈന് ഓട്ടോമാറ്റിക്കായിട്ടുള്ള പ്ലാന്റിൽ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറ്റീരിയൽ നമ്മൾ റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ കാലങ്ങളോളം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ റൂഫിൽ നിൽക്കും. മറ്റ് ഡിസ്കണ്ടിന്യൂസ് ലൈനിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ PU സാൻഡ്വിച്ചിൽ നിന്നും ഈ മെറ്റൽ ഷീറ്റുകൾ വേറിട്ട് വരാൻ തുടങ്ങും. അതൊരു വലിയ ഡിഫക്റ്റാണ്. അപ്പോൾ കണ്ടിന്യൂസ് ലൈനിൻ്റെ അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസാണ്. ഇതിനു വേണ്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസാണ്. ഒന്ന് PU, അതായത് PU കെമിക്കൽസാണ്. അത് പോളിയൂറിത്തൻ കെമിക്കലാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന BASF എന്ന ജർമ്മൻ കമ്പനിയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലോകത്തിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു കെമിക്കൽ കമ്പനിയാണ് BASF. രണ്ടാമത് നമ്മളിതിന് ഉപയോഗിക്കുന്ന മെറ്റൽ സ്കിന്നുകൾ, അതായത് കളർ കോട്ടഡ് സ്റ്റീൽ എന്ന് പറയും. കളർ കോട്ടഡ് സ്റ്റീൽ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. രണ്ടാമത്തത് ടാറ്റ ബ്ലൂസ്കോപ്പ് കളർ ബോണ്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. മൂന്നാമത് നമ്മൾ ഉപയോഗിക്കുന്നത് JSW സ്റ്റീൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇന്ത്യയും ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന റോ മെറ്റീരിയൽസാണ്. ഇതിൻ്റെ ക്വാളിറ്റികളെന്ന് പറയുന്നത്, മെറ്റൽ ഷീറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റി, അത് കാലങ്ങളോളം നിൽക്കണം, അതിൻ്റെ ഗ്ലോസ് കാലങ്ങളോളം നിലനിൽക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 24 കളറുകളിൽ നമ്മുടെ അടുത്ത് ലഭ്യമാണ്. വിവിധ കളറുകൾ ലഭ്യമാണ്. ഇതിൻ്റെ ഡെലിവറി വളരെ ഫാസ്റ്റാണ്. ഒരു കൺസ്യൂമർ ഒരു കൺഫേംഡ് ഓർഡർ തന്നു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ഓർഡർ കിട്ടിയാൽ 24 മണിക്കൂറുകൾ മെറ്റീരിയൽ റെഡിയാവും. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂറിങ് ടൈമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറെ ചില അഡ്വാൻറ്റേജ്, കമേഴ്ഷ്യൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, ലോങ് ടേമിൽ ഇത് നമുക്ക് നമ്മുടെ എനർജി ബിൽസ്, അതായത് ഇലക്ട്രിസിറ്റി ബില്ലുകളിലൊക്കെ കുറവ് വരുത്താൻ സഹായിക്കും. കാരണം ഇത് ഓൾറെഡി തെർമൽ ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് നമ്മുടെ അകത്ത് ഉള്ള ചൂട് കുറഞ്ഞുകൊണ്ട് AC 24 മണിക്കൂർ AC പ്രവർത്തിപ്പിക്കേണ്ട മേഖലകളിൽ ACയുടെ കൺസംഷൻ കുറയും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ലോങ് ടേമിൽ നമുക്കിതിൻ്റെ എനർജി ബിൽസും കുറയും. പിന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരിക്കലും ഒരു ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കലല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഓരോ ക്വാളിറ്റി മാനുഫാക്ചറേഴ്സാണ് എല്ലാവരും. അവർ പറയുന്ന തിക്നെസ് പക്ക തിക്നെസ് ഉണ്ടാവും. പിന്നെ ഏറ്റവും വലിയ കൺസ്യൂമറെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് 10.5 അടി അല്ലെങ്കിൽ 10.25 അടി എന്നൊക്കെ പറഞ്ഞ ലെങ്ത്ത് വരികയാണെങ്കിൽ ആ ലെങ്ത്ത് ഞങ്ങൾ സപ്ലൈ ചെയ്യും. അപ്പോൾ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു വർക്ക് പ്ലേസിൽ വേസ്റ്റേജ് തീരെ ഉണ്ടാവില്ല. അതുകൊണ്ട് കുറേ ക്യാഷ് സേവ് ചെയ്യാം. നേരത്തെ 10 അടി വേണ്ട ആൾക്ക് 12 അടി ഷീറ്റ് വാങ്ങിക്കണം, എന്നിട്ട് 1.5 അടി ഷീറ്റ് വേസ്റ്റാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് സൈസ്, കൺസ്യൂമർ സൈസ് നമുക്ക് നൽകാൻ പറ്റും. അങ്ങനെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ഭാവിയിലത്തെ ഒരു പ്രോഡക്റ്റാണ് സാൻഡ്വിച്ച് റൂഫിംഗ് പാനൽ.